എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. യോഹന്നാൻ 4:5-6 വാക്യങ്ങൾ. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണിനേരം ആയിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശുക്രിസ്തു ശമരിയ വഴി നടന്നു പോകുന്ന ഒരുതരം അതിരുകളെയൊക്കെ ഉല്ലംഘിക്കുന്ന നിലപാടിനെ കുറിച്ചാണ് ഈ വേദഭാഗം സൂചിപ്പിക്കുന്നത്. 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, യേശുവോ തൻ്റെ ശിഷ്യരോ സ്നാനം കഴിപ്പിക്കുന്നു എന്ന വാർത്ത പരീശർ അറിഞ്ഞിരിക്കുന്നുവെന്ന് യേശു കേട്ടപ്പോൾ അവരുമായി ഒരു ആശയപരമായ ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിനാവാം യേശു യഹൂദ്യ ദേശം വിട്ട് ഗലീലയിലേക്ക് യാത്രയായത്. ശമര്യ വഴിയുള്ള ഗലീല മാർഗം അതാണ് യേശു തെരഞ്ഞെടുത്തത്. ശമര്യ യഹൂദയ്ക്കും ഗലീലയ്ക്കും ഇടയിലുള്ള ഒരു പ്രദേശമായിരുന്നു. യഹൂദരും ശമര്യരും തമ്മിൽ സമ്പർക്കമുണ്ടായിരുന്നില്ല. ഒരേ പാരമ്പര്യവും പൈതൃകവും പങ്കുവയ്ക്കുന്നവരായിരുന്നെങ്കിലും ചരിത്രപരമായ ചില കാരണങ്ങളാൽ പരസ്പര ശത്രുതയിലും സമ്പർക്കമില്ലായ്മയിലും അവർ ജീവിച്ചു പോന്നു. എന്നാൽ അത്തരം അതിരുകളെ യേശു അതിലംഘിക്കുകയും ശമരിയ പട്ടണങ്ങളുമായി യേശു സമ്പർക്കം സ്ഥാപിക്കുകയും ചെയ്തു. യേശു വേർതിരിവുകൾ ഒന്നും ഇല്ലാത്തവനാണ് എന്ന് യോഹന്നാൻ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന്, യേശു സുഖാർ എന്ന ശമരിയ പട്ടണത്തിൽ എത്തിച്ചേർന്നു. യാക്കോബ് തൻ്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിന് അരികെത്തി. അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ പൂർവ്വകാല ചരിത്രത്തിൽ സുന്ദര സ്മരണകളുള്ള സ്ഥലമായിരുന്നു അത്. യാക്കോബ് ഏശാവുമായി പെനിയേലിൽ വെച്ച് അനുരഞ്ജനപ്പെട്ടതിന് ശേഷം ശേഖേം പട്ടണത്തിനരികെ ഹാമോരിൻ്റെ മക്കളോട് 100 വെള്ളിക്കാശ് നൽകി വാങ്ങിയ നിലമുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ള വാക്യങ്ങൾ അത് വായിക്കാം. തൻ്റെ മരണക്കിടക്കയിൽ വെച്ച് യാക്കോബ് ആ നിലം തൻ്റെ പുത്രനായ ജോസഫിന് നൽകിയിരുന്നു. ജോസഫിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ മിസ്രയീം വിട്ടുപോകുന്ന ഇസ്രായേൽ മക്കൾ എടുത്തുകൊണ്ടുവന്ന് സംസ്കരിച്ചത് ഈ നിലത്തിലാണ്. ജോസഫിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ വിശ്രമിക്കുന്ന കല്ലറ അനുരഞ്ജനത്തിൻ്റെ സുന്ദര പുഷ്പങ്ങൾ വിരിയിക്കുന്ന ഓർമ്മകൾ നൽകുന്നു. പ്രതികാര ചിന്തകളുടെ പ്രലോഭനങ്ങൾ മറികടന്ന് സഹോദര്യ സ്നേഹത്തിൻ്റെ ഊഷ്മളമായ ആലിംഗനം ജോസഫിൽ സംഭവിച്ചല്ലോ. അനുരഞ്ജനത്തിന് വേണ്ടി ത്യാഗം സഹിക്കാനുള്ള പ്രേരണയാണ് ജോസഫിൻ്റെ ഓർമ്മകൾ നൽകിക്കൊടുത്തത്. പഴയ നിയമത്തിലെ ജോസഫ് യേശുവിൻ്റെ ഒരു മുൻ രൂപമായിരുന്നു എങ്കിൽ യേശുവെന്ന യഥാർത്ഥ ജോസഫ് ഭൂതകാലത്തിൻ്റെയും വർത്തമാനകാലത്തിൻ്റെയും സംഗമമായി അവിടെ യാക്കോബിൻ്റെ ഉറവയ്ക്ക് സമീപമിരുന്നു. ശാരീരികമായി തളർന്ന യേശു യാക്കോബിൻ്റെ ഉറവിനരികെ ഇരുന്നു. വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചിട്ട് വെള്ളം കോരാൻ വന്ന സ്ത്രീയോട് അദ്ദേഹം വെള്ളം ചോദിച്ചു. എന്നാൽ വംശപരവും ലിംഗപരവുമായ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് ആ സ്ത്രീ ചിന്തിച്ചതും സംസാരിച്ചതും. അവൾ യേശുവിന് കുടിക്കാൻ വെള്ളം കൊടുത്തതായി വായിക്കുന്നില്ല. എന്നാൽ യേശു അവൾക്ക് സംഭാഷണത്തിലൂടെ ബോധോദയം നൽകി. വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിൽ യേശുവിനെ കുറിച്ച് പറയാൻ പോയി എന്ന് നമ്മൾ വായിക്കുന്നു. തൻ്റെ ദാഹശമനത്തേക്കാൾ തന്നിൽ നിന്ന് കുടിച്ച് മറ്റുള്ളവർ തങ്ങളുടെ ദാഹം ശമിപ്പിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു.
സാധാരണ യഹൂദ റബിമാര് സ്ത്രീകളോട് പരസ്യമായി സംസാരിക്കാറില്ലായിരുന്നു. യേശു ശമരിയക്കാരിയോട് സംസാരിക്കുന്നത് കണ്ട് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. പ്രത്യേകിച്ചും അവളുടെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെ ആയിരുന്നിരിക്കാം. അപ്പോൾ ദേശ സംസ്കാരങ്ങളുടെ വേലിക്കെട്ടുകൾ ഭേദിച്ച് സുവിശേഷത്തിന്റെ വെളിച്ചം പരത്താൻ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് പിന്നീട് സാധിക്കുന്നത് കർത്താവ് കാണിച്ചു കൊടുത്ത ഈ നല്ല മാതൃക ആയിരുന്നിരിക്കാം. പൂർവപിതാക്കളുടെ ചരിത്ര സ്മരണകൾ നമ്മളെ വർത്തമാനകാലത്ത് അനുരഞ്ജനത്തിന്റെ ഭാവങ്ങളിൽ നടത്തുന്നുണ്ടോ എന്നും ഈ വേദഭാഗത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യാക്കോബും ഏശാവും തമ്മിൽ അനുരഞ്ജനപ്പെട്ടതിൻ്റെ ഓർമ്മ ഉറങ്ങിക്കിടക്കുന്ന ആ മണ്ണിലാണ് ഇപ്പോൾ കർത്താവ് വന്നിരിക്കുന്നത്. അനുരഞ്ജനത്തിനു വേണ്ടി ശ്രമിക്കുന്ന ജോസഫിനെയാണ് ശരീരബലം കൊണ്ടും അസൂയ കൊണ്ടും തളർത്താൻ ശ്രമിച്ചവരുടെ വിമോചകനാകാൻ ദൈവം ഉപകരണമാക്കിയത് എന്നതും വേദപുസ്തകത്തിൽ നമുക്ക് വായിക്കാം. ജോസഫ് ഒരു അനുരഞ്ജകനായിരുന്നു. തൻ്റെ സഹോദരങ്ങളോട് ക്ഷമിക്കാൻ ജോസഫിന് സാധിച്ചു. അപ്പോൾ വ്യക്തിപരവും സാമൂഹ്യപരവുമായ പരിമിതികളിൽ നിന്നും തൻ്റെ സ്പർശത്താൽ നമ്മെ ഉണർത്തുന്നവനെ നാം ഇന്ന് സാംശീകരിക്കുന്നുവോ എന്നാണ് ഈ വേദഭാഗം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. പലവിധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതിൻ്റെയൊക്കെ മധ്യത്തിൽ അനുരഞ്ജനത്തിൻ്റെയും സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ഇടങ്ങൾ ഇതുപോലെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. കർത്താവ് വഴി നടന്ന് ക്ഷീണിച്ച് അവിടെ ഇരുന്നു. എല്ലാ അതിരുകൾക്കപ്പുറത്തേക്ക് നടന്നു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് കർത്താവ് കാണിച്ച മാതൃകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. ഒരാഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ച പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് അടിയങ്ങൾ ചേർന്ന് വരുന്നു. വിമോചകനായ അവിടുന്ന് അതിരുകൾ കടന്ന് ഞങ്ങളിലേക്ക് എഴുന്നള്ളുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ മറ്റുള്ളവരിലേക്കും അനുരഞ്ജനത്തിൻ്റെ പാതകളിലേക്കും പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തെ അനുഗ്രഹിക്കണമേ. പ്രഭാതം മുതൽ അവിടുത്തെ കരുണ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ വർഷത്തിൽ ജീവിപ്പാൻ ദൈവം തമ്പുരാൻ സഹായിക്കണമേ. യേശു മിശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.